കാവശ്ശേരി കല്ലേപ്പുള്ളിക്കഴനി KEMA LP സ്കൂളിന്റെ 124ാമത് വാർഷികാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടത്തി. ധ്വനി 2025 എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ജയ് ഭാരത് വായനശാലയിൽ നടന്ന പരിപാടി PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പഠനത്തിന്റെ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ ഒരു സ്കൂൾ എന്ന നിലയിൽ 124 വർഷം പിന്നിടുന്ന ഈ ഘട്ടം ഒരു ചെറിയ കാലയളവല്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ പ്രത്യേകത 80 വർഷം അല്ലെങ്കിൽ 90 വർഷം 120 വർഷം ഒക്കെ പിന്നിടുന്നു എന്നത്. നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 78 വർഷമാവുള്ളൂ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗ്രാമത്തിൽ ഇത്രയൊന്നും തന്നെ സൗകര്യമില്ലാത്ത ഒരു കാലത്ത് ഈ സ്കൂൾ നിലനിന്നിരുന്നു. എത്രയോ തലമുറകൾക്ക് അറിവിന്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകി. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് സ്കൂളിൽ 100-ലേറെ വരുന്ന കുട്ടികൾ സ്കൂളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കുട്ടികൾക്കാകെ ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം നൽകാൻ സാധിക്കുന്ന നിലയിലേക്ക് ഇവിടെ KEMA LP സ്കൂളിന് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് തീർച്ചയായും ഇതിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞു, പ്ലേ ഗ്രൗണ്ട് ആയാലും പച്ചക്കറി തോട്ടമായാലും മറ്റ് ഏതൊരു കാര്യമായാലും പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും വളരെ നല്ല നിലയിൽ കൊണ്ടു നടത്താൻ സാധിക്കുന്ന സൗകര്യങ്ങളും അതിൻ്റെ മികവുമെല്ലാം സ്കൂളിനുണ്ട് എന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് C രമേഷ് കുമാർ അധ്യക്ഷനായി. ആലത്തൂർ AEO P ജയന്തി മുഖ്യാതിഥിയായി. ഒറ്റപ്പാലം ഇൻസ്പെക്ടർ A അജീഷ് ആദരവ് സമർപ്പിച്ചു. സ്കൂൾ മാനേജർ മാധവൻ എഴുത്തച്ഛൻ, പഞ്ചായത്ത് മെമ്പർമാർ, വിരമിച്ച പ്രധാനാധ്യാപകരായ KK രാധാകൃഷ്ണൻ, P ലതാദേവി, ജനാർദ്ദനൻ, വിരമിച്ച അധ്യാപകൻ R മുരളീധരൻ, ജയ് ഭാരത് വായനശാല സെക്രട്ടറി ബിനു വലിയവീട്, പ്രസിഡന്റ് കൊച്ചുകൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപിക P ലത സ്വാഗതവും PTA പ്രസിഡന്റ് K മുരളീധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. UTV ന്യൂസ്, പാലക്കാട്.